HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനഖാറാം യുവിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. SSLC ഫലപ്രഖ്യാപനം മെയ് 8-ന്. IAS IPS ഉദ്യോഗസ്ഥർക്ക് 4% DA വർധന. ഉഷ്ണതരംഗം കൊല്ലുന്നു, ജാഗ്രത. ആരോഗ്യ പ്രവർത്തകർക്ക് ICUവിൽ മൊബൈലും ആഭരണങ്ങളും വിലക്കി. മണിപ്പൂർ അതിക്രമം, കുറ്റപത്രം സമർപ്പിച്ച് CBI. +1 സീറ്റ് വർധന തുടരും. സൂര്യാഘാതം, ഒരു മരണം കൂടി. 3ാം വനിതാ 2020 ഇന്ത്യക്ക് ജയം, പരമ്പര. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. SSLC ഫലപ്രഖ്യാപനം മെയ് 8-ന്. ഈ വർഷത്തെ SSLC ഫലം മെയ് 8-ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഫലപ്രഖ്യാപനം നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം മെയ് 19-നാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ഇത്തവണ 11 ദിവസം മുമ്പ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇക്കൊല്ലം 4,27,105 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. ഇതിൽ 2,17,525 ആൺകുട്ടികളും 2,09,580 പെൺകുട്ടികളുമാണ്. സംസ്ഥാനത്തൊട്ടാകെ 70 ക്യാമ്പുകളിലായി 10,863 അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തു. ഏപ്രിൽ 3 മുതൽ 20 വരെ 14 ദിവസങ്ങളിലായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കി. ടാബുലേഷൻ, ഗ്രേസ് മാർക്ക് എൻട്രി എന്നിവ പരീക്ഷാഭവനിൽ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 9-ന് നടത്തും. കഴിഞ്ഞ വർഷം മെയ് 25-നാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. IAS IPS ഉദ്യോഗസ്ഥർക്ക് 4% DA വർധന. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ സംസ്ഥാനത്തെ IAS IPS IFS ഉദ്യോഗസ്ഥർക്ക് 4% ക്ഷാമബത്ത DA വർദ്ധിപ്പിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നേതൃത്വം നൽകുന്ന IAS ഉദ്യോഗസ്ഥർക്ക് അടക്കം വർധനയുടെ ആനുകൂല്യം ലഭിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA വർദ്ധിപ്പിച്ചത് കണക്കിലെടുത്താണ് ഈ ഉദ്യോഗസ്ഥരുടെ DA 46%-ൽ നിന്ന് 50%-ആക്കി വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ ജനുവരി 1 മുതലാണ് പ്രാബല്യം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 9% DA ആണ് ലഭിക്കുന്നത്. സ്കൂളുകളുടെ അറ്റകുറ്റപ്പണി, ശുദ്ധജല പദ്ധതികൾ തുടങ്ങി 45 പദ്ധതികൾ അനുമതി തേടി ചീഫ് സെക്രട്ടറി നൽകിയ കത്തിന് ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടില്ല. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ കത്ത് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചു. കമ്മീഷനിൽ നിന്ന് മറുപടി ലഭിച്ചിട്ടുമില്ല. ഉഷ്ണതരംഗം കൊല്ലുന്നു, ജാഗ്രത. മെയ് 6 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. അവധിക്കാല ക്ലാസുകൾക്കും നിയന്ത്രണം. സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ ദുരിത നിവാരണ അതോറിറ്റിയുടെ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്നു. വിവിധ ജില്ലകളിൽ സാഹചര്യം ജില്ലാ കളക്ടർമാർ വിശദീകരിച്ചു. പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ, മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായവർ ഇതിനനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം. മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം നൽകും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കണം. പോലീസ്, അഗ്നിശമന രക്ഷാസേന, മറ്റ് സേനാ വിഭാഗങ്ങൾ, MCC, SPC തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം. ആസ്ബെസ്റ്റോസ്, ടീൻഷീറ്റുകൾ മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം. ഇവ മേൽക്കൂരയായുള്ള വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം. ആരോഗ്യ പ്രവർത്തകർക്ക് ICUവിൽ മൊബൈലും ആഭരണങ്ങളും വിലക്കി. അതിഗുരുതര രോഗങ്ങളുള്ളവരെ ശുശ്രൂഷിക്കുന്ന തീവ്ര പരിചരണ വിഭാഗങ്ങളിലടക്കം ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് പുതിയ നിർദ്ദേശവുമായി കേന്ദ്ര ആരോഗ്യ വകുപ്പ്.
മൊബൈൽ ഫോൺ ഉപയോഗം കർശനമായി നിയന്ത്രിക്കണം. ആഭരണങ്ങൾ ധരിക്കുന്നതിലും നിയന്ത്രണമുണ്ട്. വളകളിലും വാച്ചിലുമൊക്കെ സൂക്ഷ്മജീവികളുടെ എണ്ണം കൂടുന്നതായി കണ്ടെത്തിയിരിക്കുന്നു. മൊബൈൽ ഫോൺ ഉപയോഗമാകട്ടെ അണുബാധ സാധ്യത വളരെയധികം കൂട്ടുന്നതായാണ് നിരീക്ഷണം. ശസ്ത്രക്രിയാനന്തര പരിചരണം നടത്തുന്ന മുറികളിലും നിയന്ത്രണം വേണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മണിപ്പൂർ അതിക്രമം കുറ്റപത്രം സമർപ്പിച്ച് CBI. മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി നടത്തി അതിക്രമണത്തിന് ഇരയാക്കിയ സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് CBI. പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് CBI കുറ്റപത്രത്തിൽ വിശദമാക്കുന്നു. ഇരകൾ പോലീസിനോട് സഹായം തേടിയിട്ടും നൽകിയില്ലെന്നും പോലീസ് വാഹനത്തിൽ ഇവരെ ഇവിടെ നിന്ന് മാറ്റാൻ തയ്യാറായില്ലെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചു. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. +1 സീറ്റ് വർധന തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിലും +1-ന് മാർജിനൽ സീറ്റ് വർധന അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2022-23 താൽക്കാലികമായി അനുവദിച്ച 77 ഹയർ സെക്കൻഡറി ബാച്ചുകളും മാറ്റി നൽകിയ 4 ബാച്ചുകളും കഴിഞ്ഞ വർഷം താൽക്കാലികമായി അനുവദിച്ച 97 ബാച്ചുകളും തുടരും. 19.22 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുള്ളതിനാൽ ധനവകുപ്പിന്റെ അനുമതിക്ക് വിധേയമായിട്ടാകും മാറ്റം നടപ്പാക്കുക. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സാമ്പത്തിക ബാധ്യത ഉണ്ടാകാത്ത വിധത്തിൽ 30% മാർജിനൽ സീറ്റ് വർധനയും എല്ലാ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 20% മാർജിനൽ സീറ്റ് വർധനയും അനുവദിക്കും. സൂര്യാഘാതം ഒരു മരണം കൂടി. വീടിനകത്ത് വയോധികന് പൊള്ളലേറ്റു. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകൾക്ക് പിന്നാലെ ആലപ്പുഴയിലും കോഴിക്കോടും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് ഒരു മരണം കൂടി. ആലപ്പുഴ ചെട്ടിക്കാട് കെട്ടിട നിർമ്മാണ ജോലിക്കിടെ ഇലക്ട്രീഷ്യൻ കുഴഞ്ഞു വീണ് മരിച്ചത് സൂര്യാഘാതമേറ്റെന്ന് സ്ഥിരീകരിച്ചു. ചെട്ടിക്കാട് പുത്തൻപുരയ്ക്കൽ സുഭാഷ് 34 മരിച്ചത്. കുഴഞ്ഞു വീണ സുഭാഷിന് ഹൃദയാഘാതവും ഉണ്ടായെന്നും പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. പാലക്കാട് ഉഷ്ണതരംഗത്തെ തുടർന്ന് വീട്ടിനകത്ത് കിടന്നുറങ്ങിയ വയോധികന് പൊള്ളലേറ്റു. പാലക്കാട് ചാലിശ്ശേരി സ്വദേശി ക്യാപ്റ്റൻ സുബ്രഹ്മണ്യനാണ് പൊള്ളലേറ്റത്. ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് കയ്യിൽ നീറ്റൽ അനുഭവപ്പെട്ടത്. തുടർന്നുള്ള പരിശോധനയിൽ വലതു കൈയിൽ പൊള്ളിയ പാട് കണ്ടെത്തി. സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകൾക്ക് പിന്നാലെ ആലപ്പുഴയിലും കോഴിക്കോടും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി. 3ാം വനിതാ T20 ഇന്ത്യക്ക് ജയം. പരമ്പര. ബംഗ്ലാദേശിനെതിരെ 3ാം വനിതാ T20യിലും ഇന്ത്യക്ക് ജയം. 7 വിക്കറ്റിന് ജയിച്ച ഇന്ത്യ 5 മത്സര പരമ്പരയിൽ 3-0 മുന്നിലെത്തി. സ്കോർ: ബംഗ്ലാദേശ് 20 ഓവറിൽ 8-ന് 117, ഇന്ത്യ 18.3 ഓവറിൽ 3-ന് 121. അർദ്ധ സെഞ്ചുറി 38 പന്തിൽ 51 നേടിയ ഇന്ത്യൻ ഓപ്പണർ ഷെഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. സ്മൃതി മന്ദാന 42 പന്തിൽ 47 റൺസ് നേടി. മലയാളി താരം സജന സജീവൻ ടീമിലുണ്ടായിരുന്നെങ്കിലും ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നില്ല. പരമ്പരയിലെ 4ാം മത്സരം 6-ന് നടക്കും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. SSLC ഫലപ്രഖ്യാപനം മെയ് 8-ന്. IAS IPS ഉദ്യോഗസ്ഥർക്ക് 4% DA വർധന. ഉഷ്ണതരംഗം കൊല്ലുന്നു, ജാഗ്രത. ആരോഗ്യ പ്രവർത്തകർക്ക് ICUവിൽ മൊബൈലും ആഭരണങ്ങളും വിലക്കി. മണിപ്പൂർ അതിക്രമം കുറ്റപത്രം സമർപ്പിച്ച് CBI. +1 സീറ്റ് വർധന തുടരും. സൂര്യാഘാതം ഒരു മരണം കൂടി. 3ാം വനിതാ T20 ഇന്ത്യക്ക് ജയം. പരമ്പര. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HS റേഡിയോ ചോദ്യോത്തര വിജയി അഗ്നിമ 7ാം ക്ലാസ്. ചോദ്യം ഇതായിരുന്നു: കുഞ്ഞൻ കുറുക്കന്റെ മോഹം ആരുടെ കഥയാണ്? ഉത്തരം KK വല്ലശനി.
ഈ ആഴ്ചയിലെ ചോദ്യം അന്താരാഷ്ട്ര തൊഴിൽ ദിനമെന്ന്. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാ സദ സനിധ പനിധ മഗ മഗരിസ. അറിവും പൊരുളും എന്ന പരിപാടിയിൽ മെയ് ദിനത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നത് ആരോമൽ. സാ സദ സനിധ പനിധ മഗ മഗരിസ. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ തൊഴിൽ സംഘടനകളും തൊഴിൽ പ്രസ്ഥാനങ്ങളും വളർന്നു. തൊഴിലാളി സംഘടനകൾ ഒരു തൊഴിൽ ദിനത്തിനായി വാദിച്ചു. 1888-ൽ ന്യൂയോർക്കിൽ വെച്ച് 5 സെൽ ലേബർ യൂണിയനും നൈറ്റ് ഓഫ് ലേബർ ചേർന്ന് ഒരു പ്രകടനം നടത്തി. 1887 ഒറിഗോണാണ് അമേരിക്കയിൽ ഇതിനെ ഔദ്യോഗികമായി അവധി ദിനമായി അംഗീകരിച്ചത്. 1894 അമേരിക്കയിലെ 13 സംസ്ഥാനങ്ങളും ചേർന്ന് തൊഴിൽ ദിനം ആഘോഷിച്ചു. കാനഡയിലെ തൊഴിലാളി ദിനവും സെപ്റ്റംബർ മാസത്തിലെ 1-ാം തിങ്കളാഴ്ചയാണ് ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി മെയ് 1 ലോകമെമ്പാടും 80-ലധികം രാജ്യങ്ങൾ ആഘോഷിക്കുന്നു. 1886-ൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഹെയ്മാർക്കറ്റ് കൂട്ടക്കൊലയുടെ സ്മരണാർത്ഥമാണ് മെയ് ദിനം ആചരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. സമാധാനപരമായി യോഗം ചേരുകയായിരുന്ന തൊഴിലാളികളുടെ നേർക്ക് പോലീസ് നടത്തിയ വെടിവെപ്പായിരുന്നു ഹെയ്മാർക്കറ്റ് കൂട്ടക്കൊല. യോഗസ്ഥലത്തേക്ക് ഒരു അജ്ഞാതൻ ബോംബെറിയുകയും ഇതിനുശേഷം പോലീസ് തുടർച്ചയായി വെടിയുതിർക്കുകയും ആയിരുന്നു. 1904-ൽ ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൻ്റെ വാർഷിക യോഗത്തിലാണ് 8 മണിക്കൂർ ജോലി സമയമാക്കിയതിൻ്റെ വാർഷികമായി മെയ് 1 തൊഴിലാളി ദിനമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചത്. സാധ്യമായ എല്ലായിടങ്ങളിലും തൊഴിലാളികൾ മെയ് 1-ന് ജോലികൾ നിർത്തിവെക്കണമെന്നുള്ള പ്രമേയം യോഗം പാസാക്കി. സാ സദ സനിധ പനിധ മഗ മഗരിസ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ. സാ സദ സനിധ പനിധ മഗ മഗരിസ.